ശ്രീ പഴവളം മധു, സാധാരണ നിലയിൽ കഴിഞ്ഞ 2 തവണ ഒഴികെ CPIഎമ്മിൻ്റെ സംസ്ഥാന സമ്മേളനങ്ങളിൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് അവതരണം, ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച എന്നുള്ളതാണ് നടക്കാറുള്ളത്. കഴിഞ്ഞ സമ്മേളനത്തിലാണ് അതിനൊരു മാറ്റം വന്നത്. ആ റിപ്പോർട്ടിന് കൂടെ പിണറായി വിജയൻ്റെ ഒരു നവകേരള രേഖ വന്നു, അതിന്മേൽ കൂടി ചർച്ച നടന്നു. ഈ സമ്മേളനത്തിൽ അതിൻ്റെ 2ാം എഡിഷൻ നവകേരള പുതുവഴികൾ എന്ന രേഖ വരുന്നു. ഒരു ദിവസം ഇതിനെക്കുറിച്ചും ചർച്ച നടക്കും. അപ്പോൾ പരമ്പരാഗത രീതികളിൽ നിന്ന് മാറുകയാണ്. അതിന് ഒരുപാട് വിവക്ഷകളുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്ത് ഞങ്ങൾ പിന്നെയും ഭരിക്കാൻ പോവുകയാണ്, പിണറായി 3.0 എന്നുള്ളത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒന്നാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ എക്സർസൈസിലൂടെ CPIഎമ്മിന് കഴിയുമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടോ, ഭയപ്പെടുന്നുണ്ടോ? അങ്ങനെ ഇവർ തന്നെ ഈ സമ്മേളനം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനായ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ പറഞ്ഞു, ഈ സമ്മേളനത്തിൻ്റെ തുടക്ക ദിവസം തന്നെ ഒരു കാര്യം അവർ തന്നെ വ്യക്തമാക്കി, പിണറായി 3 ഇല്ല, അതില്ലെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞങ്ങളെ ആരെങ്കിലും വന്നൊന്ന് രക്ഷിക്കോ എന്നുള്ള മുറവിളിയാണ് കൊല്ലത്തെ CPI സമ്മേളനം. അതുകൊണ്ടാണ് ലീഗിനെ സാന്ത്വനിപ്പിക്കുന്നത്. എത്രയോ തവണ ലീഗിൻ്റെ പിന്നാലെ നടന്ന് ഇളിഭ്യരായ കൂട്ടരാണിവർ. അപ്പോൾ ഇവർക്ക് ഭൂരിപക്ഷ വർഗീയത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏശിയില്ല, അപ്പോൾ ഇളിഭ്യരായി, മണ്ടത്തരം പറ്റി. എന്നാൽ ഇപ്പോൾ ഇതാ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം എന്ന് KC വേണുഗോപാൽ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഞാൻ ഒരു കാര്യം തങ്ങളോട് പറയാം. ഇന്ന് G സുധാകരൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് അറിയാം, അദ്ദേഹം ഇവർ കാലക്കേടിൻ്റെ ദുർഭൂതങ്ങൾ എന്നാണ് CPIഎമ്മിൻ്റെ ഈ സമ്മേളനം നയിക്കുന്ന ആൾക്കാർ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കുന്തവും കുടച്ചക്രവും നയിക്കുന്നു പൊൻലോകം സൃഷ്ടിക്കേണ്ട ചൈതന്യ സ്വരൂപത്തെ കുന്തവും കുടച്ചക്രവുമാണ് നയിക്കുന്നതെന്ന് പിണറായി വിജയനെ മുഖത്ത് നോക്കി G സുധാകരൻ വിളിച്ചിരിക്കുകയാണ്. G സുധാകരനെയും സുരേഷ് കുറുപ്പിനെയും വിടുപ്പ് ഭാണ്ഡം പോലെ വലിച്ചെറിഞ്ഞിട്ട് ഈ പറയുന്ന ആൾക്കാരെയൊക്കെയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ദുരന്തമാണ് ഈ പാർട്ടി നേരിടുന്നത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിടുകയാണ്. അവരാരെയും വേണം നേതാവാക്കിക്കോട്ടെ, എന്ത് ചെയ്തോട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ പിണറായി 3 ഇല്ലെന്ന് വ്യക്തമായി. പിണറായി, നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ മതി, പിണറായി തന്നെ വീണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രി, തുടർ ഭരണം 3ാം വട്ടം എന്ന് നിങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ 50% ഞങ്ങൾ ജയിക്കും, ജനങ്ങൾ കൈ ഉയർത്തി ഞങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഈ 2 വാക്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. ഞങ്ങൾ ഭരണത്തിൽ വരുമ്പം ഈ ഹസ്കറിനോടും എനിക്ക് ബഹുമാനായ ശ്രീ പ്രേമിനോടും പറയാനുള്ളൊരു കാര്യമുള്ളൂ, ഞങ്ങളുടെ ADB നിങ്ങളുടെ ADB എന്ന് പറഞ്ഞേക്കരുത്. ഞങ്ങളുടെ വിദേശ സർവകലാശാല നിങ്ങളുടെ വിദേശ സർവകലാശാല, ഞങ്ങളുടെ +2 നിങ്ങളുടെ പ്രീ ഡിഗ്രി ബോർഡ്, ഇത് പറയരുത്, ആ ന്യായം പറയരുത്. ഇവ നവലിബറലിസവും എന്തിനാണ് 2ാം UPA സർക്കാരിൻ്റെ പിന്നീട് പിൻവച്ചിട്ട് പോയത്? ഈ ലിബറൽ നയങ്ങളെ നിങ്ങൾ വാരിപ്പുടരാൻ പോവുകയാണ് കേരളത്തിൽ. ആ അമേരിക്കൻ പക്ഷപാതിത്വമൊക്കെ പറയാൻ ഞങ്ങളുടെ ആണവ കരാറിനെതിരായി 2ാം UPA സർക്കാരിൻ്റെ പിന്തുണ പിൻവലിച്ച് പുറത്തുപോയി BJPക്ക് വഴിയൊരുക്കാൻ നോക്കിയവരല്ലേ? പിണറായി വിജയന്റെ ദേശാഭിമാനി ലേഖനത്തിൽ BJP വളർത്തിയത് കോൺഗ്രസ്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം.